പാലക്കാട് നിന്നും മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ആ വിഷയത്തിൽ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയെന്നും ആ ഉറപ്പ് ഇപ്പോൾ പാഴായി എന്നുമാണ് ഈ കുട്ടിയുമായി ബന്ധുക്കൾ പറയുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി അന്വേഷണം എങ്ങും എത്തിയില്ല. പരാതി സർക്കാരും പോലീസും ഗൗനിക്കുന്നില്ലെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ അറക്കൽ, ഉറപ്പുകളൊക്കെ പാഴായോ? എന്താണ് ആ കുട്ടിയുടെ കുടുംബം നമ്മളോട് പറയുന്നത്? എവിടെയാണ് ആ ഉറപ്പുകൾ പാഴായത്? അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല, കുറ്റക്കാരെ കണ്ടെത്തിയിട്ടില്ല, അവർക്ക് ആ രീതിയിലുള്ള പരിഗണനയും കെയറും ഒന്നും ലഭിച്ചില്ലേ? ഇനി കളിക്കില്ലേ? അരുൺകുമാർ, ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യം. മാത്രമല്ല, ഒക്ടോബർ 1-നാണ് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്. അതും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കാരണമാണ് എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. പിന്നീട് തൊട്ട് പിന്നാലെ വന്ന നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പായി ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും, 10 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2.5 മാസവും 3 മാസമൊക്കെ കഴിയുന്നു. ഇതുവരെയും ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ യാതൊരു രീതിയിലുള്ള അന്വേഷണവും അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യവകുപ്പ് ഇതിന് കാരണം പറയുന്നത് സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ചില ആളുകൾ ഇതിന് കൃത്യമായി തന്നെ സഹകരണം ഉണ്ടാവുന്നില്ല, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചില രേഖകൾ ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയുടെ കുടുംബം പറയുന്നത് ഇതുവരെയും ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി തങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് സർക്കാർ പ്രഖ്യാപിച്ച ഈ അന്വേഷണം? എവിടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ വിനോദിനിയുടെ കുടുംബം ചോദിക്കുന്നത്. സർക്കാർ 2 ലക്ഷം രൂപ മാത്രം തങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ അനുവദിക്കുന്നു. പിന്നീട് ഒരു കൃത്രിമ കൈ, അതും ചലനം ഉള്ള കൃത്രിമ കൈ വേണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ ഒരു രീതിയിലുള്ള മറുപടിയും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സർക്കാർ ഒരു സഹായവുമായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അന്വേഷണത്തിലും യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല, തങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നതിനും യാതൊരു രീതിയിലും സഹകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് വിനോദിനിയുടെ കുടുംബം പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർമാർക്കെതിരെ നടപടി വേണം. ഇപ്പോൾ 3 ഡോക്ടർമാരെയാണ് വിനോദ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം വിനോദ്. നമുക്ക് എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്? നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടാതെ പോയത്? വിനോദെ കേൾക്കാമോ? വിനോദെ, എന്നെ കേൾക്കാമോ? വിനോദിന് കേൾക്കാം. ഓക്കെ വിനോദ്, നമ്മുടെ വിനോദിനിയുടെ ഇതിന് ശേഷം, ഈ സംഭവത്തിന് ശേഷം എന്താണ് സർക്കാർ പറഞ്ഞിരുന്നത്? ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞത്? എന്നിട്ട് ആ സഹായങ്ങളൊന്നും കിട്ടിയില്ലേ? അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല, അതിന് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര പരിഗണനയും പിന്തുണയും കിട്ടിയില്ലേ വിനോദ്? കോഴിക്കോട് ഉണ്ടാകുന്ന സമയത്ത് 10 ദിവസത്തിനുള്ളിൽ മൂന്ന് വ്യത്യസ്തമായ ഡോക്ടർമാരെയാണ് നിയമിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 3 പേര് മൊത്തം നിയമിച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തിനുള്ള റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിപ്പോർട്ട് വന്നില്ല. ആരും മൊഴിയെടുക്കാനോ എന്താ കാര്യം അന്വേഷിച്ചോ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ അതായത് നമ്മൾ ഡിസ്ചാർജ് വേണ്ടി ഇപ്പൊ 2 മാസം ഇതുവരെയായിട്ട് ഒരു നടപടികൾ അതിനെ കുറിച്ച് എന്താണെന്ന് പോലും. ഞാൻ ഇന്നലെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു, മന്ദന്റെ സെക്രട്ടറിയില്ലേ, കൂലി കയറിയിട്ട് നമ്പർ എടുത്ത് മൂപ്പരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് വിളിച്ചപ്പോൾ മൂപ്പര് പറയുന്നത് അതിനെക്കുറിച്ച് നോക്കണം, അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്താണെന്നൊന്നും അറിയില്ല എന്നാ മൂപ്പര് പറയുന്നത്. അതായത് ഈ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ഡോക്ടറും വിനോദിനെ വിളിച്ചില്ല, വിനോദിനിയോട് സംസാരിച്ചിട്ടില്ല? വിളിച്ചിട്ടില്ല. നമ്മളെ കൂടെ എന്താണ് ഏതാണെന്ന് അന്വേഷിച്ചിട്ടില്ല ആരും. അപ്പോൾ പ്രാഥമികമായ മൊഴിയെടുപ്പ് പോലും നടന്നിട്ടില്ല. ശരി, ഈ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, അതിന്റെ അവസ്ഥ എന്തായി? 2 ലക്ഷം റുപ്യ പാസ്സാക്കി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എത്ര? 2 ലക്ഷം. അതുകൊണ്ട് വെച്ചിട്ട് കൃത്രിമ കൈ വെക്കാനോ, നമ്മൾ വാടക വീട്ടിലെ ഇരിക്കുന്നത് അറിയാലോ, അത് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ലക്ഷമാണോ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് വന്നത്? ഓക്കെ, ഈ കൈയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു സഹായം പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഏറ്റെടുത്തു. അവർ മൊത്തം തുകകൾ അവർ അടച്ചു കഴിഞ്ഞു. അത് കുറച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളെ അങ്ങോട്ട് എറണാകുളത്തേക്ക് വിളിക്കും. ആ സമയത്ത് പോയി നമുക്ക് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരും വിളിച്ചിട്ടില്ല, നമ്മൾ ഒരു വ്യക്തികളും വിളിച്ചിട്ടില്ല ഇവിടെ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് മോൾക്ക്? ഇപ്പോൾ കൈ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ വേദനയില്ല. ഇനിയിപ്പോ കൈ വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ. അവള് ഇപ്പോഴും കൈയില്ലാണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും, എങ്ങനെ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നത്. സ്കൂളിൽ പോയിട്ടില്ലല്ലേ? ഡിസ്ചാർജ് ആയിട്ട് പോയിട്ടില്ല, ഇതുവരെയായിട്ടും വന്നിട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും നമുക്കിത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. താങ്ക് യു വിനോദ്, താങ്ക് യു.
ആയിക്കോട്ടെ. ഓക്കെ വിനോദാണ്. വിനോദിനിയുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരാളുടെ കൈ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന അറിയും. അതിനിപ്പോൾ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലല്ലോ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞവർ മൊഴിയെടുക്കണം. കൂടെ ഈ സിസ്റ്റം ഉണ്ടാവണം. അങ്ങനെ ഒരു ഉറപ്പ് നമ്മൾ കൊടുത്താൽ ആ ഉറപ്പ് ആ കുടുംബത്തിനുണ്ടാവണം. ആരെങ്കിലും നിരന്തരം അത് ഫോളോ അപ്പ് ചെയ്യണ്ടേ? ഇത്തരം റിലേഷൻസ് ആണ് സർക്കാരിൻ്റെ ഒരു പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക. നിരന്തരം നമ്മൾ വിളിക്കുക. നമ്മളിപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് പോലെ ഒരു PR-നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. അതല്ലാതെ സ്വന്തം ഇമേജ് ബൂസ്റ്റ് ചെയ്യാനല്ല PR-നെ ഉപയോഗിക്കുന്നത്. പകരം ഇത്തരത്തിലുള്ള മനുഷ്യരുമായി നിരന്തരം ഇടപെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, വിനോദിനി സ്കൂളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ, സാമ്പത്തിക തടസ്സമുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? എന്തൊരു അന്വേഷണത്തിന് നിയുക്തരായിരിക്കുന്ന ഡോക്ടർമാർ പ്രാഥമിക മൊഴിയെടുപ്പ് പോലും നടത്തിയിട്ടില്ലെങ്കിൽ അതിലൊരു വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വിനോദാണ് നമ്മളോടൊപ്പം ചേർന്നത്, വിനോദിനിയുടെ അച്ഛൻ. താങ്ക് യു ഇക്ബാൽ.